അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, ആദ്യം പോലീസ് കേസെടുക്കാതെ അലംഭാവം കാണിച്ചു ഈ വിഷയത്തിൽ. പിന്നീട് ആത്മഹത്യാ ശ്രമത്തിന് കുമാരിക്കെതിരെ കേസെടുക്കാൻ ഒരു നീക്കം നടത്തി പോലീസ്. കുമാരി മരിച്ചപ്പോൾ മനുഷ്യക്കടത്തടക്കമുള്ള 3 വകുപ്പുകൾ ചുമത്തി ഇപ്പോൾ ഇംതിയാസ് അഹമ്മദ് എന്ന ഫ്ളാറ്റ് ഉടമയ്ക്ക് എതിരെ കേസെടുത്തിട്ടുണ്ട്. ഇതാണോ നിയമപരമായി ചെയ്യേണ്ട കാര്യം? പോലീസ് ആദ്യമായിട്ട് ചെയ്യേണ്ടിയിരുന്നത് ഇങ്ങനൊരു ഇൻഫർമേഷൻ അറിഞ്ഞപ്പോൾ തന്നെ അത് മാധ്യമങ്ങളിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ അതൊരു കോഗ്നിസബിൾ ഒഫൻസിനെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ ആയതുകൊണ്ട് ആശുപത്രിയിൽ പോവുകയും അവരുടെ മൊഴി എടുക്കാൻ പറ്റുമെങ്കിൽ മൊഴിയെടുക്കുകയും ആ പരിസരത്തുള്ള മറ്റാളുകളോട് ഇതേപ്പറ്റി അന്വേഷിക്കുകയും ചെയ്യണമായിരുന്നു. FIR ഇട്ട് തുടക്കത്തിൽ തന്നെ ആ സമയത്ത് FIR ഇടുമ്പോൾ ഒരു പക്ഷേ ആരാണ് പ്രതിയെന്ന് അറിയാൻ സാധ്യതയില്ല. അങ്ങനെ FIR-ൽ പ്രതിയുടെ പേര് എഴുതാതെ ഈ നടത്തിക്കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ ഈ പ്രാഥമികമായ പരിശോധന പൂർത്തീകരിച്ചാൽ ഇവർ താഴേക്ക് ചാടാൻ നിർബന്ധിതരായ സാഹചര്യം മനസ്സിലാവും. ആ നിർബന്ധിതമായ സാഹചര്യത്തെ തുടർന്നുള്ള ഒഫൻസുകൾ എടുക്കാൻ പറ്റും. അവരെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവരെ ഒരു പക്ഷേ അവരുടെ ജീവന് തന്നെ അപായമുണ്ടാവാൻ സാധ്യതയുള്ള രീതിയിൽ അവരെ അപായപ്പെടുത്താനുള്ള ഒരു ശ്രമം അവരുടെ ഉടമയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കണക്കാക്കി FIR ഇട്ട് അന്വേഷണം നടത്തി സമയബന്ധിതമായി FIR പുതുക്കി ഈ പ്രതികളുടെ പേര് കൂടി ചേർത്തതിന് ശേഷം നടപടികൾ എടുക്കേണ്ടതായിരുന്നു. എന്നാൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ പോലീസ് സംവിധാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിയമ സംവിധാനം എന്ന് പറയുന്നത് എല്ലാവരോടും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമല്ല. അത് വളരെ വ്യക്തമാണ്. ആളുകൾക്കൊരു ധാരണയുണ്ട് എല്ലാവർക്കും ഒരുപോലെ നീതി കിട്ടുമെന്ന്. കിട്ടില്ല എന്ന് നടന്നു നോക്കിയിട്ടുള്ള ആളുകൾക്കറിയാം. അതുകൊണ്ട് ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടായിരുന്ന ഒരാളുടെ കാര്യത്തിലായിരുന്നെങ്കിൽ പോലീസ് കുറച്ചുകൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കുമായിരുന്നു. FIR-ൽ കുറച്ചുകൂടി കടുത്ത വകുപ്പുകൾ ഉണ്ടാകുമായിരുന്നു. ഇക്കാര്യത്തിൽ അത് ഉണ്ടാകാതെ പോയത് ഒരുപക്ഷെ നമ്മളൊക്കെയും അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് അല്പം ബഹുമാനക്കുറവില്ലാതെ മലയാളിയേക്കാൾ താഴ്ന്ന എന്തോ ആണ് എന്ന തരത്തിൽ ധരിക്കുന്ന ആളുകളായതുകൊണ്ടായിരിക്കാം. ഒരുപക്ഷെ സാമ്പത്തിക ശ്രേണിയിൽ വളരെ താഴെ ആയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പോലീസ് തുടക്കത്തിൽ മാധ്യമങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നത് വരെ ഒന്നും ചെയ്യാതിരുന്നത് എന്നെനിക്ക് തോന്നുന്നു. ശ്രീമതി ശാലിന, അതായത് ഇപ്പം ശ്രീ ഹരീഷ് വാസുദേവൻ പറഞ്ഞതുപോലെ അന്യസംസ്ഥാന തൊഴിലാളി ആയതുകൊണ്ടായിരിക്കാം കുമാരിക്ക് നീതി കിട്ടാൻ ഇത്രയും വൈകുന്നത് ഒരു പക്ഷേ എന്നാലും മാധ്യമങ്ങളിൽ ഈ വാർത്ത വന്നപ്പോൾ മുതൽ മാധ്യമങ്ങളിൽ ഈ ഫ്ലാറ്റ് ഉടമ ആരാണ്, ഈ ഫ്ലാറ്റിൽ ആരാണ് താമസിക്കുന്നത്, അത് ആ പേര് വ്യക്തമായി മാധ്യമങ്ങളെല്ലാം നൽകിയതാണ്, ഇംതിയാസ് അഹമ്മദ് എന്ന അഭിഭാഷകൻ. പിന്നെ എന്തുകൊണ്ടാണ് ആ പേര് ആദ്യം രജിസ്റ്റർ ചെയ്ത FIR-ൽ ഇടം പിടിക്കാതെ പോയത്? ഇവിടെ വീട്ടുജോലിക്ക് വന്ന ഒരു സ്ത്രീയുടെ ആത്മഹത്യാ ശ്രമം അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള ശ്രമം, അതിന് ആ സ്ത്രീയുടെ പേരിൽ കേസെടുക്കാനാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആദ്യം ശ്രമം വന്നത്. ഈ പറയുന്ന അഭിഭാഷകന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ അതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതാണ്ട് 10 വർഷം മുമ്പ് ഇതേ തരത്തിൽ 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഗാർഹിക പീഡനത്തിൽ ഇരയാക്കി അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും എതിരെ കേസുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അന്നും വളരെ ശക്തമായിട്ടുള്ള വകുപ്പുകൾ ചേർത്ത് അദ്ദേഹത്തിനെ ആ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാതെ രക്ഷപ്പെടാൻ അനുവദിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഇത്തരത്തിൽ ദാരുണമായിട്ടൊരു സംഭവത്തിലേക്ക് വഴിവെച്ചത്. അപ്പം ഈ വ്യക്തിയുടെ പോലീസിലുള്ള സ്വാധീനം തന്നെയാണ് ഈ ഒരു തരത്തിൽ അദ്ദേഹത്തിന് ഈ ഒരു കേസിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ സാധ്യത കൊടുക്കുന്ന തരത്തിലുള്ള വളരെ ഘനം കുറഞ്ഞ വകുപ്പുകൾ ചേർക്കാൻ പോലീസ് ഇപ്പോഴും ശ്രമിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, 7 ദിവസമാണ് ആ സ്ത്രീ ആശുപത്രിയിൽ കിടന്നത്. ഈ 7 ദിവസവും മരണത്തിന് കീഴടങ്ങുന്നത് വരെയും ആ സ്ത്രീയുടെ ഒരു മൊഴി എടുക്കാനോ അല്ലെങ്കിൽ മരണമൊഴി എടുക്കാനോ ഇതുവരെ പോലീസ് ശ്രമിച്ചില്ല എന്നുള്ളതും ഇതിലൊരു വലിയ വീഴ്ചയാണ്. കാരണം ആ സ്ത്രീയുടെ ഭർത്താവ് തന്നെ പോലീസിന് കൊടുത്ത മൊഴിയില്ലെന്ന് അല്ലെങ്കിൽ പത്രസമ്മേളനം വിളിച്ചിട്ടാണ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് അല്ലെങ്കിൽ വിരലടയാളം വാങ്ങിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചിലർ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കാഴ്ച പരിമിതിയുള്ളൊരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് വിരലടയാളം വാങ്ങിച്ചു കൊണ്ടുപോയിരുന്നു. മൃതദേഹം ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിക്കാൻ സഹായിക്കാം, കേസൊന്നും കൊടുക്കരുത്, വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തോളാം, ആശുപത്രിയിലെ ബില്ലുകൾ കൊടുക്കാം, ഇതൊക്കെ പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ടും പാവപ്പെട്ട ആളുകളെ സ്വാധീനിക്കാൻ പാകത്തിനുള്ള എല്ലാ സംവിധാനവും ഈ പറയുന്ന വക്കീലിന് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആ ആളുകൾ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതും ഇന്നലെ അവരുടെ ഭർത്താവ് പറയേണ്ടേ. അപ്പം ഇതാണ് ഇതിൽ വലിയ വസ്തുത. അവരെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ പണമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ജീവിതത്തിന്റെ താഴെ തട്ടിൽ കിടക്കുന്ന ആളുകൾ, ആ ആളുകൾ ഇതിപ്പോൾ ഒരു അന്യസംസ്ഥാന തൊഴിലാളി എന്നൊന്നും നമ്മൾ ഇതിൽ കണക്കാക്കേണ്ട കാര്യമില്ല. വീട്ടുവേലയ്ക്ക് നിൽക്കുന്ന പല ആളുകളുടെയും സ്ഥിതി ഇത് തന്നെയാണ്. അവർക്ക് സംരക്ഷണമേകാൻ ഇന്നത്തെ നിയമത്തിലുള്ള വകുപ്പുകൾ തന്നെ ഇല്ല എന്നുള്ളതാണ്. പലപ്പോഴും ഏജൻസികൾ വഴി ഇത്തരം വീട്ടുജോലിക്ക് വരുന്ന ആളുകൾക്കാണ് കുറച്ചെങ്കിലും ഒരു സംരക്ഷണം ഉണ്ടെന്ന് നമുക്ക് പറയാം. നിയമത്തിന്റെ ഒരു പരിരക്ഷ